ഇന്ത്യയിലെ ഏറ്റവും അസന്തുലിതമായ തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ നടക്കുക. 2014 ശേഷം ED, CBI തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എടുത്ത കേസുകളിൽ 95% രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് 2 മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നത്. ED പേടിയിൽ BJPയിലേക്ക് കൂറുമാറിയവരുടെ പേരുകൾ പറഞ്ഞാൽ തീരില്ല. ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ BJP സമാഹരിച്ചപ്പോൾ, മറുവശത്ത് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ജനസമ്മതി നേടുന്നതിന് കുറഞ്ഞ പക്ഷം വേണ്ട പ്രചാരണത്തിന് പോലും ആവശ്യമായ പണം പല പാർട്ടികൾക്കും ഇല്ലാത്ത അവസ്ഥ പ്രതിപക്ഷത്തിന്റെ സാധ്യതകൾക്ക് വല്ലാതെ മങ്ങലേൽപ്പിച്ചു കഴിഞ്ഞു. പണമില്ലാതെ നട്ടം തിരിഞ്ഞ് കിട്ടുന്നിടത്തു നിന്നൊക്കെ പണം ശേഖരിക്കാൻ നടന്നാൽ ED പിറകെ വരും. എല്ലാ വശത്തു നിന്നും വരിഞ്ഞു മുറുക്കി സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളുടെ സാധ്യതകൾക്ക് വലിയ തോതിലുള്ള ആഘാതമാണ് സൃഷ്ടിക്കുക. 56 ചങ്കുറപ്പും പറഞ്ഞു നടക്കും. 400 സീറ്റ് നേടുമെന്നൊക്കെ വീമ്പിളക്കും. എല്ലാം നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വെപ്രാളം? കളിച്ച് ജയിക്കാൻ നോക്കിക്കൂടെ?